ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞങ്ങൾ ഇതേ നിച്ചുമോനിക്കും ഉത്താനക്കും കൂടെ മുടി വെട്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റയും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നാലാൾക്കാരും കൂടെ നടന്ന് പോവുകയാണ്. അപ്പോൾ കുറച്ചധികം നടക്കാനുണ്ട്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇത്ര അധികം നടക്കാനുള്ളത്. എന്നാലും എന്താ പറയുക, കുറച്ചൊക്കെ നടന്ന് പിന്നെ അതേ ഇവിടെ അടുത്തൊരു വീട്ടിലൊരു ഉണ്ണി ഉണ്ട് കേട്ടോ. ചെറിയ ഉണ്ണിനെ നോക്കിയിട്ട് കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചിട്ട് ഇങ്ങനെ പോവാണ്. നിച്ചുമോനിക്ക് അന്നുണ്ട് ചെറിയ ഉണ്ണികളെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിനൊക്കെ കുറച്ച് നേരം കളിപ്പിച്ച് എന്നിട്ട് ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടാ. അപ്പോൾ കുറച്ച് അധികം നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ അളിയനോട് പറഞ്ഞ് ഇങ്ങനെ വണ്ടി വിളിച്ചു തരാൻ. അപ്പോൾ അളിയന് വണ്ടി വിളിച്ചു തന്നിട്ടാണ് പിന്നെ പോകുന്നത്. അപ്പോൾ നിച്ചുമോനാണെന്നുണ്ടെങ്കിൽ നല്ല കരച്ചിൽ മുടി കെട്ടുന്ന ടൈമിൽ ഞാൻ വിചാരിച്ച് കരയൂലാന്ന്. നോക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ ആൾ ഓടണ പോലെ. എന്നിട്ട് ഞാനും ഒക്കത്ത് വെച്ചിട്ടാണ് പിന്നെ മുടിയൊക്കെ വെട്ടിയത്. കണ്ടില്ല, കണ്ണീരൊക്കെ ഒലിച്ച് ആകെ സീനാക്കിയ ആൾ. അപ്പോൾ ഉത്താനപ്പുറത്തും വെട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ നിച്ചുമോനൊരു ബംഗാളിയാണ് വെട്ടിയത്. പിന്നെ അത് അളിയൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ് കേട്ടോ. അപ്പോൾ അളിയൻ്റെ ഫ്രണ്ടാണ് ഉത്താനെ വെട്ടി കൊടുത്തത്. നിച്ചുമോനൊരു വിധത്തിലൊക്കെ കുറച്ചൊക്കെ വെട്ടിക്കൊടുത്തു. എന്നാലും വലിയ കുഴപ്പമില്ല. 2 വരൊക്കെ സൈഡിൽ ഇടിപ്പിക്കുകയും ചെയ്തു. 2 വര അതേ സൈഡിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിച്ചുമോൻ്റെ അത് കഴിഞ്ഞിട്ടാ കനമൊക്കെ ഒന്ന് കുറച്ച് ഉത്താൻ്റെവും കനവും കുറക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്തൊക്കെയോ കത്തി അടിച്ചിട്ടൊക്കെയാണ്, ഭയങ്കര കഥയിലൊക്കെയാണ് അതിനായിട്ട്. അതിനെ പിന്നെ അറിയാമല്ലോ, അളിയൻ്റെ ഫ്രണ്ടായ കാരണം എപ്പോഴും ഇങ്ങനെ കണ്ടിട്ടൊക്കെയുള്ള പരിചയമുണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് കഥ ഒക്കെ പറഞ്ഞിട്ടാണ് ആൾ മുടി കെട്ടുന്നത്. അപ്പോൾ പോണ ടൈമിൽ അളിയൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എന്തോ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു, എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കേക്കൊക്കെ പകുതി മുക്കാലും ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഞങ്ങളതിൽ തന്ന് പിന്നെ 2 ആൾക്കാർ ചെമ്മയില്ലാണ്ട് വണ്ടി ഇരുന്നിട്ട് തന്നെ കഴിക്കണമൊക്കെ ഉണ്ട് കുറച്ച്. അപ്പോൾ അവിടെ പോയപ്പോൾ അളിയൻ്റെ ബാബിയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കും അത് കൊടുത്ത്. അപ്പോൾ അതെന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.